ബിഗ് ബോസ് മലയാളം സീസൺ 6 ചരിത്രം മാറ്റിക്കുറിച്ച അതായത് മലയാളം സീസണിൽ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രികളുടെ ഈ ഒരു പ്രവേശനം. കാരണം 6 പേര് ഒന്നിച്ച് വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് കയറുക എന്ന് പറയുന്നത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനിരിക്കുന്ന, ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മൾ കാണാനിരിക്കുന്നത്, അത് ഏത് രീതിയിലായിരിക്കും അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നറിയില്ല. എന്നാൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ ഇതാ വൻ ഫയറുമായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ലാലേട്ടൻ ഫയർ ചെയ്തിരിക്കുന്ന സംഭവം കാണിച്ചിരിക്കുന്നത് അവിടെ ഗ്യാസ് ഓഫ് ചെയ്യാതെ പോയതിനെ തുടർന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ്. യമുനയും ശ്രീരേഖയും ജിൻഡോയെയും ഒക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. ജാസ്മിനോട് ചോദിച്ചു, ജാസ്മിൻ എന്തോ പറയാനുണ്ടല്ലോ, എന്താണ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല ലാലേട്ടാ, പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളല്ലേ ഗ്യാസ് അപ്പോൾ കത്തിച്ചത്? അല്ല ലാലേട്ടാ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ ആരാണ് ഈ ഗ്യാസ് ഓഫ് ചെയ്യാതെ വെച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് ചോദിക്കുന്നു. ലാലേട്ടൻ അങ്ങനെ വീഡിയോ അവരെ കാണിച്ചു കൊടുക്കുകയാണ്. ഗബ്രി മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാതെ ഓംപ്ലേറ്റുമായിട്ട് പോകുകയാണ്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, ഓൾറെഡി നമ്മൾ ലൈവിൽ അത് കണ്ടതുമാണ്, നമ്മളെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അതിനെക്കുറിച്ച് ഫയർ ചെയ്യുന്ന പ്രൊമോ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ 6 വൈൽഡ് കാർഡ് എൻട്രികൾ പല പല ലക്ഷ്യവുമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. അഭിഷേകിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലാസ്റ്റായിട്ട് ഇന്നലെയായിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഇട്ട ഒരു വീഡിയോ, ഇതെല്ലാം കണക്ട് ചെയ്യുമ്പം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ സീക്രട്ട് ഏജൻറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ കുറേയധികം കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഫയറിങ് നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വൈൽഡ് കാർഡുകളെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. ആദ്യം തന്നെ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചാണ് പറയുന്നത്. എന്നായിരുന്നാലും ജാൻമണിയൊക്കെ ചിലപ്പോൾ ഈ അഭിഷേക് വരുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ സംഭവവികാസങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിക്കാം. DJ സിബിനെ കുറിച്ചും കേൾക്കുന്നത് വളരെയധികം ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ കണ്ടന്റ് തരും എന്നൊക്കെ ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കാം ആളുകൾ പറയുന്നതൊക്കെ റിയാലിറ്റി ആയിരിക്കുമെന്ന്. പിന്നെ അഭിഷേക് ജയദേവിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല, ചിലപ്പോൾ ആളും നല്ല രീതിയിൽ ആക്റ്റീവ് ആയേക്കാം. ഈ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്, നല്ല രീതിയിലൊക്കെ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ തരുമെന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സായി കൃഷ്ണ അവിടെ പോയി കാണിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പറയാനുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നന്ദന സി ആണ്. നന്ദന സിയെ കുറിച്ച് യാതൊരു ധാരണയില്ല. ആളെ കണ്ടു എന്നല്ലാതെ ആളുടെ കുറേ റീൽസും കാര്യങ്ങളും ഡാൻസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്ന് നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പൂജയെക്കുറിച്ച് പറയുകയാണെങ്കിലും പൂജ ഒരു ആങ്കർ ആയത് സ്ഥിതിക്ക് സോഷ്യൽ മീഡിയ ആങ്കർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആളുടെ റിയാലിറ്റി അവിടെ ചെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകുമെന്ന്. പിന്നെ എവിക്ഷനിലേക്ക് പോകാൻ നിൽക്കുന്നതിൽ ഏറ്റവും വോട്ട് കുറഞ്ഞ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് യമുനയും നോറയും ജാസ്മിനും ഒക്കെയാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ. അപ്പോൾ യമുന, നോറ, ജാസ്മിൻ ഇവരൊക്കെ ആയിരിക്കാം. ഇതിൽ ചിലപ്പോൾ ടെലിവിഷൻ ഉണ്ടെങ്കിൽ യമുനയും നോറയും പോകാം, യമുനയും ജാസ്മിൻ പോകാം. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, നോക്കാം.